ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഫീൽഡിൽ ഇറങ്ങണം. ये क्या नजर आ रहा है आपको? मिल्क. क्या है? मिल्क. इस दूध को हमने कई बार देखा कि हमने इसको उबाल के देखा, गर्म करके देखा, इसको छान करके देखा, एक बर्तन से दूसरे बर्तन में डाल करके देखा, इवन माइक्रोस्कोप से देखा. कहीं इस दूध में घी नजर नहीं आता है, पर मेहनत करते हैं तो घी निकलता तो इसी दूध में से है. ആ കുപ്പിയിലിരിക്കുന്ന പാലാണ്. നിങ്ങൾ ഏതൊക്കെ തരത്തിൽ നോക്കിയാലും പാലിനകത്ത് നെയ്യ് കാണാൻ പറ്റില്ല. നിങ്ങൾ പാത്രം മാറ്റി നോക്കിക്കോളൂ, മൈക്രോസ്കോപ്പിൽ നോക്കിക്കോളൂ, ഏത് രീതിയിൽ നോക്കിയാലും അതിനകത്ത് നെയ്യ് കാണാൻ പറ്റില്ല. പറ്റുമോ? പക്ഷേ മെഹനത്ത് കർണസെ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ പാലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാം. ശരിയാണോ? कहीं नजर नहीं आएगा, पर मेहनत करने से घी निकल जाएगा. കാണാൻ കഴിയില്ല, എന്നാൽ ശരിയായ പ്രവർത്തനം ചെയ്യുന്നതിലൂടെ, പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. मेहंदी जो हम लोग लगाते हैं, उस मेहंदी को कहीं उसमें लाल रंग नजर नहीं आता, पर मेहनत करते हैं तो लाल रंग निकल करके आता है. ഇത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയിൽ എവിടെയെങ്കിലും കളർ കാണാൻ പറ്റുമോ? പക്ഷേ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കളർ വരും, അതല്ലെങ്കിൽ കളർ വരില്ല. അതിന്റെ പ്രവർത്തനം നടക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുന്നത്, അല്ലാതെ നമുക്ക് റിസൾട്ട് കാണാൻ കഴിയില്ല. फ्लावर्स आपने देखे होंगे. इन फ्लावर्स को जैसे चाहे मर्जी चेक कर ले, इनको तोड़ दे, मरोड़ दे, इनको इनका पाउडर बना दे, सुखा दे, ड्राई कर दे, कुछ भी कर दे, इनमें कहीं शहद नजर नहीं आता, पर निकलता तो शहद उन्हीं फूलों में से है जब मधुमक्खी उन पर मेहनत करती है. നിങ്ങൾ ഏതെങ്കിലും പൂവെടുത്ത് നോക്കൂ, അതിനകത്ത് തിരിച്ചും മറിച്ചും പരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് അതിനകത്ത് തേൻ കാണാൻ കഴിയില്ല. പക്ഷേ തേൻ ഉണ്ടാകുന്നത് പൂവിൽ നിന്നാണെന്ന് നമുക്കറിയാം. എത്തേറെ തേനാണ് ഉണ്ടാകുന്നത്. ठीक उसी प्रकार से आपने अपने आप को कई बार देखा होगा, आगे से देखा, पीछे से देखा, अपने बच्चों की नजर में देखा, अपने दोस्तों की नजर में देखा, अपने गांव वालों की, शहर वालों की नजर में देखा, और हो सकता है आपको कामयाब इंसान कहीं नजर नहीं आया हो, कामयाबी आपको कहीं नजर नहीं आई हो, पर इसे और कहीं ढूंढने की जरूरत नहीं है. ये आपके अंदर छिपी हुई है. बस मेहनत करेंगे तो निकल करके बाहर आएंगे. അതുപോലെയാണ് നിങ്ങൾക്കും നിങ്ങളെ നോക്കിയാൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒന്നും കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ഹാർഡ് വർക്ക്, നിരന്തരം ഹാർഡ് വർക്ക് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾക്കും ഇതുപോലുള്ള നല്ല ഗുണങ്ങൾ പ്രകടമായി വരും, അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളിലും ഇതുപോലെ ഒരു എന്താ പറയാ അറിയപ്പെടുന്ന ആള് പുറത്തു വരും. हार्ड वर्क करना मुझे भी अच्छा नहीं लगता. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ, കഠിന പ്രയത്നം ചെയ്യാൻ എനിക്കും ഇഷ്ടമല്ല. सवेरे जल्दी उठना मुझे भी अच्छा नहीं लगता. രാവിലെ നേരത്തെ എണീക്കാൻ എനിക്കും ഇഷ്ടമല്ല. किताबें पढ़ना मुझे भी अच्छा नहीं लगता. ബുക്കുകൾ വായിക്കാൻ എനിക്കും ഇഷ്ടമല്ല. जूम वेबिनार करना मुझे भी अच्छा नहीं लगता. സൂം വെബിനാറൊക്കെ നടത്താനും പങ്കെടുക്കാൻ എനിക്കും ഇഷ്ടമല്ല. मुझे भी काउंसलिंग करना अच्छा नहीं लगता, मीटिंग करना अच्छा नहीं लगता, फिर भी करता हूं क्योंकि मुझे पता है ये करूंगा तभी तो स्टार डायमंड बनूंगा. കൗൺസിലിംഗ് ചെയ്യാനും എനിക്ക് ഇഷ്ടമല്ല, എന്നാൽ സ്റ്റാർ ഡയമണ്ട് ആകണമെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്ക് സ്റ്റാർ ഡയമണ്ട് ആകണം, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. So if you want to be successful, don't say कि I don't like it, I dislike it. Do it, just do it. അപ്പോ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിവാകരുത്. ഇതൊക്കെ ചെയ്യുക. ചെയ്താൽ മാത്രമേ നമുക്ക് ആർച്ചെങ്കിലും വിജയിക്കാൻ കഴിയൂ. തയ്യാറാണോ? ആർ യു റെഡി? തയ്യാർ ഹേ? इन 2 स्लाइड में आपको पूरा RCM समझाना चाहता हूं. ഈ 2 സ്ലൈഡ് കൊണ്ട് യഥാർത്ഥത്തിൽ ആർസിമിന്റെ
രഹസ്യം എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. आरसीएम जब हम शुरू करते हैं तो हमें मेहनत इतनी सारी करनी पड़ती है और बदले में पैसा इतना सा आता है. RCM തുടക്കത്തിൽ നമുക്ക് ഇത്ര വലിയ പ്രയത്നം ഉണ്ടാകും, കിട്ടുന്ന പൈസ ഇതുപോലെ വളരെ തുച്ഛമായിരിക്കും. और धीरे 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 आरसीएम में हमारी मेहनत इतनी सी रह जाती है और पैसा इतना सारा. പതുക്കെ പതുക്കെ നമ്മുടെ പ്രയത്നം കുറഞ്ഞു കുറഞ്ഞു വരികയും പൈസ ഇഷ്ടം പോലെ ആവുകയും ചെയ്യുന്നു. ഈ പടം ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴാ കണ്ടത്. എല്ലാരും കണ്ടോ? കോട്ടും സോട്ടും ഇട്ട ആൾ എവിടെയാ ഇരിക്കുന്നത് കണ്ടോ? അവിടെ നിങ്ങളുടെ പടം ഒന്ന് വെച്ച് നോക്കി, അതിനൊരു ഫോട്ടോ എടുത്തോ, എന്നിട്ട് അവിടെ നിങ്ങളുടെ ഫോട്ടോ വെക്കണം, ദിവസവും കാണണം, കാലത്തും വൈകിട്ടും. ഹലോ. अच्छा, 1 लाख रुपए कमाने वाले को आरसीएम में जितनी मेहनत करनी पड़ती है, क्या उतनी ही मेहनत 5 लाख रुपए महीना कमाने वाले को करनी पड़ती है? ആർച്ചവിൽ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ആൾക്കുടെ എത്ര പ്രയത്നിക്കുന്നു അത്രയും പ്രയത്നം 5 ലക്ഷം ഉണ്ടാക്കുന്ന ആൾക്ക് വേണ്ടി വരുമോ? ഹലോ. नो का मतलब मैं ये समझू कि ज्यादा करनी पड़ती होगी 5 लाख वाले. സാധാരണ രീതിയിൽ കൂടുതൽ വരുമാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ പ്രയത്നിക്കണം. ശരിയല്ലേ? പക്ഷെ ഇവിടെ എങ്ങനെയാ? यस और नो? വരുമാനം കിട്ടുന്ന ज्यादा करनी पड़ती है? No. Say loudly. No. Say loudly. Say loudly. No. Say loudly. No. Say loudly. No. अरे जब पता है नो तो फिर क्यों 1 लाख रुपए वाले ब्रैकेट में पड़े हुए यार? If you are agree and if you know कि अगर 5 लाख पे जाऊंगा तो कम मेहनत करनी पड़ेगी, तो फिर क्यों इस ब्रैकेट में पड़े हो? अपने आप को धक्का दो, पुश योरसेल्फ एंड टेक यू देयर. അതായത് 1 ലക്ഷം കിട്ടുന്ന ആളേക്കാൾ കുറച്ച് പണി ചെയ്താൽ മതി 5 ലക്ഷം കിട്ടുന്ന ആൾക്ക് എങ്കിൽ. 5 ലക്ഷം കിട്ടുന്ന ആളായി കഴിഞ്ഞാൽ പണി ചെയ്യാതിരിക്കാമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? വേഗം 5 ലക്ഷം കിട്ടുന്ന ആളായിട്ട് മാറുക. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നിരന്തരം. തയ്യാറാണോ? യെസ്. आप में से ट्रेन में कितने लोगों ने सफर किया है? ട്രെയിനിൽ എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ട്? ट्रेन में. ട്രെയിൻ. വാ. अगर यहां से डायरेक्ट कोची से दिल्ली ट्रेन है सर, अगर आपके पास यहां से दिल्ली तक का कंफर्म टिकट है और आप अपनी कंफर्म सीट पर बैठे हैं और रास्ते में मान लीजिए नरेंद्र मोदी जी आ जाएं, या रास्ते में मान लीजिए रेलवे मिनिस्टर अश्विनी वैष्णव जी आ जाएं, तो क्या आपको अपनी कंफर्म सीट से उठा सकते हैं? नहीं. सर, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ റെയിൽവേ മിനിസ്റ്റർ മിസ്റ്റർ അശ്വിനിയോ വന്നാൽ നിങ്ങളുടെ സീറ്റിൽ നിന്ന് നിങ്ങളെ അവർക്ക് മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദ്യം. No. क्योंकि आपके पास कंफर्म टिकट है यहां से दिल्ली तक ट्रेवल करने का, तो यहां से दिल्ली जाने तक कोई आपको कंफर्म सीट से नहीं उठा सकता. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനിൽ നിങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, കൺഫേം ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ ആ സീറ്റിൽ നിന്ന് മാറ്റാൻ കഴിയില്ല നിയമം അനുസരിച്ച്. ठीक उसी प्रकार से आरसीएम जब आप ज्वाइन करते हैं और आरसीएम की एसोसिएट बायर आईडी जब आपको इश्यू होती है, दिस इज योर कंफर्म टिकट स्टार डायमंड तक की यात्रा करने का, और दुनिया की कोई ताकत आपको स्टार डायमंड जाने से पहले नहीं रोक सकती. അതുപോലെയാണ് ആർച്ചവൽ നിങ്ങൾക്കൊരു അസോസിയേറ്റ് ബെയർ ഐ ഡി ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർ ഡയമണ്ട് വരെ എത്താനുള്ള നിങ്ങളുടെ കൺഫേം ടിക്കറ്റ് ആണ്. ലോകത്തിൽ ആർക്കും നിങ്ങളെ സ്റ്റാർ ഡയമണ്ട് ആകുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല. अच्छा, यहां से दिल्ली जाने के सफर में अगर बीच के किसी स्टेशन पर मैं उतर जाऊं तो रेलवे की गलती है कि मेरी गलती है? ഡൽഹിക്ക് പോകാൻ കൺഫേം ടിക്കറ്റുമായിട്ട് ഞാൻ ട്രെയിനിൽ കയറി, ഇടയ്ക്ക് ഒരു സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിപ്പോയി. റെയിൽവേയുടെ കുറ്റമാണോ എന്റെ കുറ്റമാണോ? ഹലോ. तो स्टार डायमंड जाने तक बीच की किसी पिन पर मैं ठहर जाता हूं तो मेरी गलती है कि आरसीएम की गलती है? അപ്പൊ ഏതെങ്കിലും ഒരു പൊസിഷനിൽ
നമ്മൾ നിന്നുപോയാൽ അഥവാ നമ്മൾ ഹാൽട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ആർസിമിന്റെ കുറ്റമാണോ എന്റെ കുറ്റമാണോ? तो अब पूरे जीवन भर ये याद रहे, जब आप किसी से बात करें तो आपको ये याद रहे कि मैं ये बात स्टार डायमंड बनने के लिए कर रहा हूं। जब आप कोई वेबिनार करें तो आपको याद रहे कि मैं ये काम स्टार डायमंड बनने के लिए कर रहा हूं। जब आप किसी से काउंसलिंग करें तो आपको याद रहे कि मैं ये काम स्टार डायमंड बनने के लिए कर रहा हूं। जब आप कोई सेमिनार करें तो आपको याद रहे कि मैं ये काम स्टार डायमंड बनने के लिए कर रहा हूं। और हर वक्त आपको ये याद रहे कि ये काम मैं स्टार डायमंड बनने के लिए कर रहा हूं। ये हमें याद रहता नहीं, हम भूल जाते हैं। हमारे को क्या याद रहता है? कैसे न कैसे इस महीने 1 लाख रुपए का चेक आ जाए, बस इतना सा मेंटेन हो जाए। मेरा पिछला पिन जो कि स्टार पर्ल का है वो मेंटेन हो जाए, हमें इतना ही याद रहता है। हम स्टार डायमंड को याद ही नहीं रखते हैं, इसलिए स्टार डायमंड वाली एनर्जी हमारे अंदर से निकलती नहीं है। तो നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സെമിനാർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും സെമിനാർ എടുക്കുകയാണെങ്കിലും കൗൺസിലിംഗ് ചെയ്യുകയാണെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഫീൽഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ഇത് എനിക്ക് സ്റ്റാർ ഡയമണ്ട് ആകാനാണ് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കുക. സ്റ്റാർ ഡയമണ്ട് ആകണം എന്നുള്ള ആ ഒരു ആഗ്രഹമായിരിക്കും നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കേണ്ടത്. അതല്ലാതെ ഇപ്പോഴത്തെ നമ്മുടെ പൊസിഷൻ എങ്ങനെയെങ്കിലും ഒന്ന് നിലനിർത്തിയാൽ മതി, ഇത് മതി, ഇങ്ങനെ ആയാലും മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ കുറഞ്ഞ എനർജിയോട് കൂടി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. ആ എനർജി നമുക്ക് എപ്പോഴും നിലനിർത്താൻ കഴിയണം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്നെ സ്റ്റാർ ഡയമണ്ട് ആക്കാൻ വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. मैंने अपने आप को याद दिलाने के लिए एक फार्मूला बना रखा है, बता दूं कि कैसे मैं अपने आप को याद दिलाता हूं कि मैं रोज स्टार डायमंड बनने के लिए आज मैं जगा हूं, मुझे स्टार डायमंड बनने के लिए कुछ करना है।